പാർട്ടിയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ കരുത്തോടെ എതിരാളികളെ നേരിടാൻ ഉയർത്തിയെടുക്കുക. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ തോൽവി രുചിച്ച ഇടങ്ങളിലെ പ്രധാന വിഷയങ്ങൾ മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ ഇടങ്ങളിൽ പോലും ഒരു സംഘടനാ മാറ്റം അല്ലെങ്കിൽ ഒരു ശുദ്ധികലശം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. സമാന സംഭവമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉത്തർപ്രദേശിലും അരങ്ങേറിയിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്തുന്നതിനായി ഉത്തർപ്രദേശിലെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളും പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഈ തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ദയനീയ തോൽവിയാണ് കോൺഗ്രസ് നേരിട്ടത്. ഇതിന്റെ ഭാഗമായി ഒരു ശുദ്ധികലശത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെന്നാണ് വിവരം. ജില്ലാ, നഗര, ബ്ലോക്ക് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്തുകയുമാണ് പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകരം ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. 2027 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കൂട്ട പിരിച്ചുവിടലെന്നാണ് സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് കോൺഗ്രസിന് പ്രതീക്ഷയായിരുന്നു. കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്തി നിയമസഭയിൽ അധികാരം പിടിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം. അജയ് റായ് ആണ് നിലവിലെ പ്രദേശ് കമ്മിറ്റി പ്രസിഡന്റ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മത്സരിച്ച അജയ് റായ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മികച്ച പോരാട്ടം കാഴ്ചവെച്ചിരുന്നു. നിലവിലെ സംഘടനയുടെ തെറ്റുകൾ തിരുത്താൻ കടുത്ത തീരുമാനങ്ങൾ വേണ്ടിവരുമെന്ന് ഖാർഗെ നേരത്തെ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ അടിത്തട്ടു മുതലുള്ള പുനർസംഘടനയിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് ഭരണം നേടാനാണ് ശ്രമം.